ഇന്ത്യൻ പാരമ്പര്യത്തിൽ പറയുന്നത് ധർമ്മം ക്ഷയിക്കുമ്പോഴെല്ലാം ധർമ്മത്തിന്റെ സമസ്ഥാപനത്തിന് വേണ്ടി ദൈവം ഭൂമിയിൽ അവതരിക്കും എന്നാണ്. ഖുർആൻ പഠിപ്പിക്കുന്നത് ധർമ്മം ക്ഷയിക്കുമ്പോൾ അതിന്റെ സമസ്ഥാപനത്തിന് വേണ്ടി മനുഷ്യരായ പ്രവാചകന്മാരെ ദൈവം നിയോഗിക്കും. അവർ മനുഷ്യരാണ്. എന്തുകൊണ്ടാണ് മനുഷ്യരായ പ്രവാചകന്മാർ? ഇതിനും ഖുർആൻ യുക്തിപരമായൊരു ഉത്തരം പറയുന്നുണ്ട്. പ്രവാചകന്മാർക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ എല്ലാവരുടെയും മേൽ ദൈവത്തിന്റെ രക്ഷയും കരുണയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഹമ്മദ് നബിയുടെ ജീവിതത്തെക്കുറിച്ച് ധാരാളം സംസാരങ്ങൾ, പലരുടെ സംസാരങ്ങളിലായി ധാരാളം വിഷയങ്ങൾ ഇവിടെ കടന്നു വന്നു കഴിഞ്ഞു. പ്രിയ സുഹൃത്ത് സണ്ണിയം കബിക്കാട് പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ ചുവട് പിടിച്ച് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകനായാലും ഇത്തരത്തിലുള്ള ചരിത്ര പുരുഷന്മാരെല്ലാം പ്രസക്തരാവുന്നത് നമുക്കെന്തുകൊണ്ടവർ പ്രസക്തരാവുന്നു? ഒരുപക്ഷെ അവരെ പിന്തുടരുന്ന വിശ്വാസികൾക്ക് അവർ ആധാരമാക്കുന്ന വിശ്വാസത്തിൻ്റെ പുണ്യപുരുഷന്മാരെന്നോ ആധാര വ്യക്തിത്വങ്ങളെന്നോ നിലക്ക് അവർ പ്രസക്തരായിരിക്കും. അതിനപ്പുറത്ത് എല്ലാ മനുഷ്യർക്കും ഇവർ ഏതു നിലക്കാണ് പ്രധാനമാവുന്നത് എന്ന് ചോദിച്ചാൽ, സണ്ണി സൂചിപ്പിച്ചതുപോലെ ചില മൂല്യങ്ങൾ ഇത്തരം മനുഷ്യർ മുന്നോട്ട് വെക്കുന്നു എന്നതാണ്. ഇത്തരമൊരു സദസ്സിലിരിക്കുമ്പോൾ, ഇത്തരമൊരു സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് പ്രവാചകൻ മുഹമ്മദ് എന്ത് സവിശേഷ മൂല്യമാണ് അക്കാലത്തിനും എക്കാലത്തേക്കുമായി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നൽകിയത് എന്ന് എത്രയെങ്കിലും അളവിൽ അറിയുക എന്നതാണ്. എല്ലാ മതങ്ങളുടെയും അന്തസ്സത്ത ഒന്നായിരിക്കെ തന്നെ ഇന്നുള്ള അതിൻ്റെ രൂപങ്ങൾ, അതിൻ്റെ പ്രത്യക്ഷങ്ങൾ, ഇത് തമ്മിൽ ഒരുപാട് വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും അകമേയുള്ള സംവാദങ്ങളും ഒക്കെയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക എന്നത് സാംസ്കാരികമായ പ്രബുദ്ധതയുള്ള ഒരു ജീവി എന്ന നിലക്ക് നമുക്ക് പ്രധാനമാണ്. മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളോടും സംസാരിച്ച, അതിലെല്ലാം ഇടപെട്ട മനുഷ്യനാണ്, പ്രവാചകനാണ് അദ്ദേഹം. ഒരു പ്രവാചകൻ, ഒരു മതവ്യക്തിത്വം എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രം, നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനകൾ, ആരാധനകൾ, ധ്യാനങ്ങൾ, മനുഷ്യരുടെ ആധ്യാത്മിക ലോകം, ആന്തരിക ലോകത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരാൾ എന്നതായിരിക്കും. മുഹമ്മദ് നബിക്ക് തീർച്ചയായും അങ്ങനെയുള്ളൊരു തലമുണ്ട്. പക്ഷേ മുഹമ്മദ് നബി അങ്ങനെ മാത്രമല്ല. അമീർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ ഭൗതികമായ ലൗകികമായ ജീവിതം, അതിൻ്റെ അധികാര സ്ഥാപനങ്ങൾ, ഭരണകൂടം, ഇതിലെല്ലാം ഇടപെട്ടിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് കാണാൻ കഴിയും. അതിന് എന്തിനാണ് പ്രവാചകൻ അവിടെയെല്ലാം പോയി ഇടപെട്ടത് എന്നതിന് വളരെ ലളിതമായ എന്നാൽ വളരെ ആഴമുള്ള ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് മനുഷ്യ ജീവിതം അതെല്ലാം ഉള്ളതാണ്. പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നത് എന്തിലേക്കാണ്? മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ്. ആ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർശ്വത്തിലേക്കല്ല. നമ്മൾ പൊതുവെ ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. സ്പെഷ്യലൈസേഷനുകളുടെ കാലമാണ്. ആത്മീയതക്ക് ചിലർ, രാഷ്ട്രീയത്തിന് വേറെ ചിലർ, ഭൗതിക കാര്യങ്ങൾക്ക് വേറെ. അത് ശരിയോ തെറ്റോ എന്നതൊക്കെ മറ്റൊരു കാര്യമാണ്. നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എല്ലാം ഒരുപോലെയല്ല, എല്ലാം ഒരുപോലെയാകണമെന്ന് നമ്മൾ ശഠിക്കേണ്ടതുമില്ല.
എല്ലാം ഒരുപോലെയല്ല എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ പ്രകോപിതരാവുക അല്ലെങ്കിൽ ഭീതിയുള്ളവരാവുകയോ, ഇതാ ഇപ്പോൾ ഈ വാക്കിനു പിറകെ അസമാധാനങ്ങൾ പൊട്ടിപ്പുറപ്പെടും എന്ന് ആശങ്കിക്കുകയോ ചെയ്യേണ്ടതില്ല. ഓരോ വ്യത്യസ്തതയെയും വ്യത്യസ്തതയായി നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് പ്രബുദ്ധത എന്നത്. അതാണ് ഉത്ബുദ്ധത. അതിനോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കുന്നു അത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ പ്രവാചകൻ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇടപെട്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്, ചരിത്രപുരുഷനാണ്. ദൈവത്തിനാൽ നിയോഗിതനായതെന്ന് സ്വയം അവകാശപ്പെടുകയും അങ്ങനെ മനുഷ്യരോട് സംസാരിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. പ്രവാചകനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഇന്ന് ധാരാളമുണ്ട്. പക്ഷെ ആ വിമർശനങ്ങളുടെ സാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പ്രവാചകനെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. പ്രവാചകൻ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചു എന്ന ആരോപണം മാത്രമല്ല സണ്ണിയുടെ പറഞ്ഞു. പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. കാരണം അന്നത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ യുദ്ധമുണ്ട്. അധികാരമാർക്കാണെന്ന് തീരുമാനിക്കുന്നതിൽ യുദ്ധം നിർണായകമായിരുന്നൊരു കാലമാണത്. അവിടെ സമാധാനത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരാൾക്ക് അധികാരത്തിലും രാഷ്ട്രീയത്തിലും ഒന്നും ചെയ്യാൻ കഴിയാതെ അതിൻ്റെ പുറത്തു നിന്ന് മാത്രം സംസാരിക്കുന്ന ഒരാളായി പ്രവർത്തിക്കാനേ കഴിയുകയുള്ളൂ. അങ്ങനെയല്ല പ്രവാചകനെ സ്വയം മനസ്സിലാക്കുന്നത്. പ്രവാചക വ്യക്തിത്വത്തിന്റെ രണ്ടാമത്തെ സവിശേഷത സന്തുലിതത്വമാണ്. ഒന്നിലും പ്രവാചകൻ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സന്ദേശം, അദ്ദേഹം സമർപ്പിച്ച മാതൃക അതിരുകവിയുന്നില്ല. പ്രാർത്ഥനയുണ്ട് എന്നു കരുതിയിട്ട് പ്രാർത്ഥനയേ പ്രാർത്ഥന, അങ്ങനെയില്ല. ധ്യാനമുണ്ടെന്ന് കരുതിയിട്ട് ധ്യാനമേ ജീവിതം. ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഒരു പ്രാർത്ഥനയുണ്ട്, അതിനൊരു ധ്യാനാത്മകതയുണ്ട് എന്ന അർത്ഥത്തിൽ അത് ശരിയാകുമെന്നല്ലാതെ ജീവിതമാകെ കൂടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉപാസനകളുമാണ് എന്ന ആത്യന്തികത അവിടെയില്ല. ലൗകിക ജീവിതമുക്ത ഉപേക്ഷിച്ച് കാടുകയറുകയോ ഒന്നും ചെയ്യാത്ത ജീവിതത്തിൽ തന്നെ നിലയുറപ്പിക്കുന്ന ആത്മീയതയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മറുഭാഗത്ത് ആത്മീയതയെ നിഷേധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സന്തുലിതത്വം, എന്തെല്ലാം വൈരുദ്ധ്യങ്ങളും ലോകത്തുണ്ടോ അതിനെല്ലാം ഇടയിൽ ഒരു ബാലൻസ്, ഒരു ഹാർമണി പ്രവാചകന്റെ സന്ദേശം കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പള്ളി നിർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും അതേപോലെ തന്നെ പടവെട്ടുകയും രാഷ്ട്രം സ്ഥാപിക്കുകയും അതിനെ മുന്നോട്ട് നയിക്കുകയും അതിനാവശ്യമായ സ്ട്രാറ്റജികൾ രൂപീകരിക്കുകയും മനുഷ്യന്റെ ആധ്യാത്മിക ലോകത്തെക്കുറിച്ച് സംസാരിക്കുകയും എന്നാൽ ഭൗതിക ജീവിതത്തെക്കുറിച്ചും ആലോചിക്കുകയും ഐഹിക ജീവിതത്തെക്കുറിച്ച് അത് നന്നാക്കുവാനുള്ള, ക്ഷേമപൂർണമാക്കാനുള്ള പദ്ധതികൾ മുന്നോട്ട് വെക്കുകയും ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടോ എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സന്തുലിതത്വം മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാണുന്നത് ഈ സന്തുലിതത്വമില്ലായ്മയാണ്. ഏതെങ്കിലും ഒന്നിൻ്റെ ആത്യന്തികതകളിലേക്ക് പോവുക എന്നതാണ് പൊതുവെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ മാത്രമല്ല ആശയങ്ങളിലും ദർശനങ്ങളിലും പോലും കാണാറുള്ളത്. പ്രവാചകന്റെ സന്ദേശത്തിന്റെ സവിശേഷത ഈ സന്തുലിതത്വമാണ്. പ്രവാചകന്റെ പത്നിയുടെ അടുത്ത് ഒരിക്കൽ 3 ശിഷ്യന്മാർ വരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. അവര് ആത്മീയമായ അഭിരുചി ഒരുപക്ഷെ കൂടുതലുള്ളവരായിരിക്കും. പ്രവാചകന്റെ ഉറക്കത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പത്നി അവർക്ക് നൽകുന്ന മറുപടി,
പ്രവാചകൻ ഉറങ്ങാറുണ്ട്. രാത്രിയുടെ ഏകാന്തതയിൽ എഴുന്നേറ്റിരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പ്രവാചകന്റെ വൈവാഹികവും ദാമ്പത്യപരവുമായ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അവർക്കറിയാം. പ്രവാചകൻ വിവാഹിതനാണ്, വിവാഹം കഴിക്കുകയും കുടുംബജീവിതം നയിക്കുകയും എന്നാൽ സദാചാര നിഷ്ഠകൾ പാലിക്കുകയും ചെയ്യുന്നു. പ്രവാചകൻ ഇങ്ങനെ പ്രവാചകന്റെ വ്രതത്തെക്കുറിച്ച് ചോദിക്കുന്നു, പ്രത്യേകിച്ച് ഐച്ഛിക വ്രതത്തെക്കുറിച്ച്. പ്രവാചകൻ വ്രതം എടുക്കുന്ന ദിവസങ്ങളുണ്ട്, എടുക്കാത്ത ദിവസങ്ങളുമുണ്ട്. എന്നാൽ അവര് ശപഥം ചെയ്യുന്നത് പ്രവാചകൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ്, ഞങ്ങൾ അങ്ങനെയല്ല. 3 പേരും വ്യത്യസ്തങ്ങളായ 3 ശപഥങ്ങൾ എടുക്കുന്നു. ഒരാൾ പറയുന്നു ഞാൻ വിവാഹം കഴിക്കുകയില്ല, മറ്റൊരാൾ പറയുന്നു ഞാൻ രാത്രിയിൽ ഉറങ്ങാതെ ദൈവത്തോട് പ്രാർത്ഥിക്കും, മൂന്നാമത്തെയാൾ ഞാൻ എല്ലാ ദിവസവും ഉപവാസമെടുക്കും, നോമ്പെടുക്കും. ഇതറിഞ്ഞ പ്രവാചകൻ അത് തിരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സന്തുലിതത്വം, പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ട്, അതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. പ്രവാചകൻ വിട്ടുവീഴ്ചയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ ആകെ കൂടി യുദ്ധമാണെന്ന് പറയുന്നവരുണ്ട്. അതിന് മറുവാക്കായിട്ട് പ്രവാചകൻ ആകെ കൂടി വിട്ടുവീഴ്ചയാണ് എന്ന് പറയുന്നതും ശരിയല്ല. ഇത് രണ്ടിനെയും എങ്ങനെയാണോ സന്തുലിതമാക്കേണ്ടത്, ഹാർമോണിയസ് ആക്കേണ്ടത്, അതാണ് പ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയുക. ഒരുപാട് അത് വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തത്, പ്രവാചകൻ മനുഷ്യനാണ് എന്നതാണ്. ആത്മീയ വ്യക്തിത്വങ്ങളെക്കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച് ലോകത്ത് നിരവധി സങ്കല്പങ്ങളുണ്ട്. ഏത് ശരി ഏത് തെറ്റ് എന്ന സംവാദത്തിലേക്കല്ല ഞാൻ കടക്കുന്നത്. മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് മുഹമ്മദ് നബിയും അദ്ദേഹത്തിന് അവതീർണമായ ഖുർആനും എന്താണ് പറയുന്നത് എന്നത് മനസ്സിലാക്കാൻ, അത് പറയാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഖുർആൻ തന്നെ പ്രവാചക ശൃംഖലയിലെ പ്രമുഖനായ വ്യക്തിത്വം എന്ന് പറയുന്ന യേശു, ഖുർആൻ ഈസ അലൈഹി നബി എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹത്തെ കുറിച്ച് യേശുവിന്റെ അനുയായികൾ അതിന്റെ വേദപുസ്തകങ്ങൾ ഇന്ന് പറയുന്നത് ദൈവപുത്രനാണ് എന്നാണ്. ഇന്ത്യൻ പാരമ്പര്യത്തിലെ പ്രവാചക കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ അംശങ്ങളെക്കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അത് ഇന്ന് ഇന്ത്യയിൽ വ്യവഹരിക്കപ്പെടുന്നത് അവതാരങ്ങൾ, ഇസ്ലാം പ്രവാചകന്മാരെന്ന് മനസ്സിലാക്കുന്ന ആ സ്വഭാവമുള്ള വ്യക്തിത്വങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യൻ പാരമ്പര്യത്തിൽ പറയുന്നത് ധർമ്മം ക്ഷയിക്കുമ്പോഴെല്ലാം ധർമ്മത്തിന്റെ സമസ്ഥാപനത്തിന് വേണ്ടി ദൈവം ഭൂമിയിൽ അവതരിക്കും എന്നാണ്. ഖുർആൻ പഠിപ്പിക്കുന്നത് ധർമ്മം ക്ഷയിക്കുമ്പോൾ അതിന്റെ സമസ്ഥാപനത്തിന് വേണ്ടി മനുഷ്യരായ പ്രവാചകന്മാരെ ദൈവം നിയോഗിക്കും. അവർ മനുഷ്യരാണ് എന്നതാണ്. അപ്പോ എന്തുകൊണ്ടാണ് മനുഷ്യരായ പ്രവാചകന്മാർ? ഇതിനും ഖുർആൻ യുക്തിപരമായൊരു ഉത്തരം പറയുന്നുണ്ട്. പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് അവരുടെ അപദാനങ്ങൾ വാഴ്ത്താനും പുകഴ്ത്താനും വേണ്ടി മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന് വെളിച്ചവും മാതൃകയും ആയിത്തീരുവാൻ വേണ്ടിയാണ്. എങ്ങനെ ജീവിക്കണമെന്നതിന് മൂല്യങ്ങളുടെ പ്രഘോഷണങ്ങൾ മാത്രം മതിയാവുകയില്ല. ആ മൂല്യത്തെ ഡൗൺ ടു എർത്ത്, മണ്ണിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, മൂർത്തമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിവർത്തനം ചെയ്യണം, കൊണ്ടുവരണം. അത് പറയുന്നതിനേക്കാൾ പ്രയാസം പിടിച്ചൊരു കാര്യമാണ്. ലോകത്ത് സമാധാനം വേണം, മനുഷ്യരോട് സഹവർത്തിത്വം പുലർത്തണം, സാഹോദര്യം വെച്ച് പുലർത്തണമെന്നൊക്കെ പറയാം. പക്ഷെ അത് ഒരു സന്ദർഭത്തിലേക്ക്, ഒരു പ്രായോഗിക യാഥാർത്ഥ്യങ്ങളിലേക്ക്, ഹാർഷ് റിയാലിറ്റികളിലേക്ക് വരുമ്പോൾ അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. പറയുന്ന അത്ര എളുപ്പമല്ലാതെ അതിന് പ്രായോഗിക മാതൃക വേണം. വേദപുസ്തകങ്ങൾ മാത്രം പോരാ. അതുകൊണ്ടാണ് ദൈവം ഗ്രന്ഥം അവതരിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അതിൻ്റെ പ്രായോഗിക മാതൃകയായിട്ട് അക്ഷരങ്ങൾ മാത്രമല്ല, അതിന് ജീവിക്കുന്ന മാതൃക കൂടിയായിട്ട് പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. അവർ മനുഷ്യരാണ്. പക്ഷെ അത് ആവർത്തിച്ച് ഖുർആൻ പറയുന്ന ഒരു കാര്യമാണ്. അവരങ്ങാടിയിലൂടെ നടക്കുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു. ഈ ഇതൊരു എതിരാളികളുടെ ആക്ഷേപമായും ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്, ഖുർആന്റെ സ്വതന്ത്രമായ പ്രസ്താവനയായും ഉദ്ധരിക്കുന്നുണ്ട്.
ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജൈവികമായ സവിശേഷതയെ കുറിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങാടിയിലൂടെ നടക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിന്റെ ഒരു അടയാളമാണ്. ഇതെല്ലാം ഉള്ളവരാണ് പ്രവാചകന്മാർ. പ്രവാചകൻ മുഹമ്മദും അങ്ങനെയാണ്. ആ പ്രവാചകന്മാരെ മനുഷ്യാതീതമായ തലത്തിലേക്ക് ഉയർത്തുക എന്നത് ആ പ്രവാചക വ്യക്തിത്വത്തോടും സന്ദേശത്തോടും ചെയ്യുന്ന അക്രമവും അട്ടിമറിയുമാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിക സന്ദേശത്തിന്റെ വാഹകൻ തീർച്ചയായും പ്രവാചകൻ മുഹമ്മദ്. അതുകൊണ്ടാണ് പ്രവാചകൻ വളരെ പ്രസക്തനാവുന്നത്. പക്ഷെ ആ സന്ദേശത്തിന്റെ കേന്ദ്രം പ്രവാചകനല്ല. ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ സന്ദേശത്തിന്റെ കേന്ദ്രം ഏകനായ ദൈവമാണ്. പ്രവാചകൻ നിരന്തരം ആവർത്തിച്ച് പ്രവാചകനെ കുറിച്ച്, പ്രവാചക വ്യക്തിത്വത്തെ കുറിച്ച്, അതിൻ്റെ അത്ഭുതങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ദൈവത്തെക്കുറിച്ചാണ്, ദൈവത്തിന്റെ അത്ഭുതത്തെ കുറിച്ചാണ്. ഇത് പ്രവാചക ചരിത്രവും ഖുർആനും പഠിച്ചാൽ നമുക്ക് വളരെ വ്യക്തമാവുന്നൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് ഞാൻ ദൈവത്താൽ നിയുക്തനായ പ്രവാചകനാണ് എന്ന് പറയുന്നു. അങ്ങനെ കുറെ ആളുകൾ അത് അംഗീകരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ആ ഒരു സംസ്കാരത്തിന്റെ കേന്ദ്രം ആ മനുഷ്യനായി തീരുക എന്നത് വളരെ സ്വാഭാവികമാണ്. അങ്ങനെയല്ല പ്രവാചകൻ നിർമ്മിച്ച ഒരു സംസ്കൃതി. ആ സംസ്കൃതിയുടെ കേന്ദ്രം പ്രവാചകനല്ല, പ്രവാചകൻ പഠിപ്പിച്ച ഏകനായ ദൈവമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ, നേരത്തെ ഇവിടെ സുരൻ സാറൊക്കെ പറഞ്ഞതുപോലെ 63-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടപ്പോൾ പ്രവാചകന്റെ അനുയായികളിൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, പല കാരണങ്ങളാൽ. ദൈവത്തിൽ നിന്ന് ദിവ്യ വെളിപാട് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസാധാരണത്വമുള്ള വ്യക്തിത്വം ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിട്ട് ഒരു ദിവസം നമ്മളെപ്പോലെ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അനുയായികളിലെ വളരെ യുക്തിബോധമുള്ള, വിവേകമുള്ള ആളുകൾ പോലും ഒരു നിമിഷം അടിപതറുകയാണ്. പ്രവാചകന്റെ 2ാമത്തെ ഉത്തരാധികാരിയായ ഖലീഫ ഉമർ, അദ്ദേഹം പ്രവാചകൻ മരിച്ചിട്ടില്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞ് വിവേകം നഷ്ടപ്പെട്ട ഒരാളായി രംഗത്ത് വരികയാണ്. അപ്പോഴാണ് മറ്റൊരനുയായി അബൂബക്കർ സിദ്ദീഖ്, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ മുഹമ്മദ് മരിച്ചു പോയിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഏകനായ ദൈവത്തെയാണ് ആരാധിച്ചതെങ്കിലോ ആ ദൈവം എന്നുമെന്നും ജീവിച്ചിരിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആനിലെ പ്രവാചകൻ തന്നെ പഠിപ്പിച്ച ഖുർആനിലെ ഒരു വാക്യം ആ സന്ദർഭത്തിൽ അബൂബക്കർ ഉരുവിടുകയാണ്. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. അതപ്പോ പറഞ്ഞതല്ല. കാരണം മുഹമ്മദ് മരിക്കുന്നതിന് മുമ്പ് അവതരിക്കപ്പെട്ട, വർഷങ്ങൾക്ക് മുമ്പ് അവതരിക്കപ്പെട്ട വിശുദ്ധ വേദത്തിലെ ഒരു വാക്യമാണത്. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. അതിനു മുമ്പും പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണോ എന്ന്. അവസാനമായിട്ട് ഇതെല്ലാം ഒരുപക്ഷെ ദൈവശാസ്ത്രപരമാണ്. പ്രവാചകനിൽ നിന്ന് ഇന്നും നമുക്കെല്ലാവർക്കും, ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിന് സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ മാതൃക, പ്രവാചകൻ തൻ്റെ നിലപാടുകളിൽ അടിയുറച്ചു നിന്നു. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. പല പല സമൂഹങ്ങളോട് പ്രവാചകൻ സംസാരിക്കുന്നുണ്ടോ, സംവാദങ്ങൾ നടത്തുന്നുണ്ടോ. പക്ഷെ അപ്പോഴെല്ലാം അവരെല്ലാം പ്രവാചകനെ അംഗീകരിച്ചവരല്ല. മദീനയിലെ ജൂത സമൂഹത്തിന്റെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും പാഗൻ സമൂഹങ്ങളുടെയും ഒക്കെ ചരിത്രങ്ങൾ ഇവിടെ എൻ്റെ മുമ്പ് സംസാരിച്ച പലരും ഓർമ്മിച്ചു. അവര് പ്രവാചകന്റെ ആ അവകാശവാദത്തെ നിഷേധിച്ചവരാണ്. ഞാൻ ദൈവത്താൽ നിയുക്തനായ പ്രവാചകനാണ് എന്നത് അവർ അംഗീകരിച്ചില്ല. കാരണം അംഗീകരിച്ചാൽ ആ നിമിഷം അവർ പ്രവാചകന്റെ അനുയായികളായിട്ട് മാറും. പിന്നെ അവർ ജൂതരോ ക്രൈസ്തവരോ അല്ല. അവരെ നിഷേധിച്ചു. അവര് പലതരം തർക്കങ്ങൾ ഉന്നയിച്ചു. അതൊക്കെ അതിൽ പലതും വിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. അപ്പോൾ പ്രവാചകൻ, എന്നാൽ പിന്നെ
ഞാൻ പറയുന്നതിൽ എനിക്ക് തന്നെ സംശയമുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു ഒത്തുതീർപ്പിലെത്തുക. ഞാൻ അങ്ങനെ പ്രവാചകനല്ല എന്നൊന്നും പ്രവാചകൻ പറയാൻ പോയിട്ടില്ല. ഞാൻ പ്രവാചകൻ തന്നെയാണ്. ഒന്നാമത്തെ ദിവസം എന്താണോ പ്രവാചകൻ തന്റെ പ്രവാചകത്വത്തെക്കുറിച്ച് പറഞ്ഞത്, അതുതന്നെയാണ് എല്ലാ ആശയ സംഘർഷങ്ങളുടെയും സംവാദങ്ങളുടെയും സന്ദർഭങ്ങളിലും പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അംഗീകരിച്ചവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. ആദ്യഘട്ടത്തിൽ നിഷേധിച്ചവരുണ്ട്, പിന്നെ അംഗീകരിച്ചവരുണ്ട്. ഒരിക്കലും അംഗീകരിക്കാത്ത വ്യക്തികൾ മാത്രമല്ല, പല പല സമൂഹങ്ങളും അന്ന് ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അവരോടെല്ലാം പ്രവാചകന്റെ നിലപാടെന്താണ്? നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിലെ പൊതുവായി യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ നമുക്ക് യോജിക്കാം. മദീന രാഷ്ട്രത്തെക്കുറിച്ചും മദീന പാക്ട് കരാറിനെ കുറിച്ചും മദീനയിൽ പ്രവാചകൻ രാഷ്ട്രം നിർമ്മിച്ചതിനെ കുറിച്ചുമൊക്കെ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. ആ ജൂതന്മാരും ക്രൈസ്തവരും പാഗൻ വിശ്വാസികളും പ്രവാചകന്റെ പ്രവാചകത്വം അംഗീകരിച്ചില്ല. വേണ്ട, നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. എങ്കിലും നമുക്ക് അന്ന് യത്രിബ് എന്ന് പേര് വിളിക്കപ്പെട്ട, പിന്നീട് പ്രവാചകന്റെ പട്ടണം, സിറ്റി ഓഫ് പ്രൊഫറ്റ് എന്ന അർത്ഥത്തിൽ മദീന, മദീനത്തുൻ നബി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ആ നാടിന്റെ പുനർനിർമ്മിതിക്ക് വേണ്ടി നമുക്ക് നിങ്ങൾക്കും ഞങ്ങൾക്കും യോജിക്കാൻ കഴിയുന്ന പോയിന്റുകളിൽ യോജിച്ച് പ്രവർത്തിക്കാം. നജ്റാനിൽ നിന്ന് വന്ന ക്രൈസ്തവരോടും പ്രവാചകൻ പറഞ്ഞത് അതുതന്നെയാണ്. അവരുമായി വലിയ സംവാദങ്ങൾ നടത്തുന്നുണ്ട്. ആ സംവാദങ്ങളിൽ പ്രവാചകൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. നിങ്ങളുടെ ദൈവശാസ്ത്രത്തിന് അബദ്ധങ്ങളുണ്ടെന്ന് ആവർത്തിച്ചു പറയുന്നു. സംവാദങ്ങൾ നടക്കുന്നു. പക്ഷേ പോകുമ്പോൾ സഹവർത്തിത്വത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഭൗതികമായ, അത് തീർത്തും ഒരർത്ഥത്തിൽ ഭൗതികമാണ്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത് പ്രവാചകന്റെ പ്രവാചകത്വത്തിന്റെയും ആത്മീയതയുടെയും ഭാഗമായിരിക്കെ തന്നെ മറ്റൊരർത്ഥത്തിൽ, മറ്റൊരു തലത്തിൽ, മറ്റൊരാളുടെ നോട്ടപ്പാടിൽ അത് തീർത്തും ഭൗതികമാണ്. അതിനൊരു ആധ്യാത്മികതയുമില്ല എന്നൊരാൾക്ക് വേണമെങ്കിൽ വായിക്കാം. അതിന്റെ ഫലങ്ങളെല്ലാം ഭൗതികമാണ്, രാഷ്ട്രീയമാണ്. അങ്ങനെയുള്ള കരാറുകളിൽ ഏർപ്പെടുന്നു. ഞങ്ങളും നിങ്ങളും ആധ്യാത്മികമായി ദൈവശാസ്ത്രപരമായി വ്യത്യസ്തരായിരിക്കെ തന്നെ അതിൽ നിങ്ങളും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല, ഞങ്ങളും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. അങ്ങനെ ആയിരിക്കെ തന്നെ നമുക്ക് സഹവർത്തിത്വത്തിന്റെ കരാറുകളിൽ ഏർപ്പെടാം. അതാണ് പ്രവാചക മാതൃക. ഇന്ന് സഹവർത്തിത്വത്തെക്കുറിച്ച് നമ്മളുടെ ഒരു ബോധം എന്താണ്? മതത്തിന് സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രസക്തി കൂടിയുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതരാഷ്ട്രവാദികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ, അങ്ങനെയുള്ള എല്ലാമാണ്. പിന്നെ നിങ്ങൾ എത്ര നല്ലത് ചെയ്യുന്നവരാണെങ്കിലും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്തെന്ത് നന്മകൾ ഉണ്ടെങ്കിലും നിങ്ങളുമായി സഹകരണം സാധ്യമല്ല. നിങ്ങളും ഞങ്ങളും ഒന്നിച്ചോ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. അല്ല കൂട്ടരെ, നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ നമ്മൾ വ്യത്യസ്തരായിരിക്കുന്നത്. വ്യത്യസ്തരായിരിക്കുമ്പോഴും ആ വ്യത്യസ്തതകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും എങ്ങനെ സഹവർത്തിക്കാം എന്നതിന്റെ പേരല്ലേ സഹവർത്തിത്വം എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പല മതവിശ്വാസികൾക്കും വന്ദേ മാതരം പാടുന്നതിനോട് ദൈവശാസ്ത്രപരമായ വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ആരോ നാട്ടിലെന്തോ കുഴപ്പമുണ്ടാക്കാൻ, കാര്യങ്ങൾ കുട്ടിച്ചോറാക്കാൻ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അത് ദൈവശാസ്ത്രപരമായ വിയോജിപ്പാണ്. അവരാ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നിടത്തോളം അവർക്ക് ആ വിയോജിപ്പുണ്ടായിരിക്കും. അങ്ങനെ പലതരം ദൈവശാസ്ത്രങ്ങളും അത്തരം പരസ്പര വിയോജിപ്പുകളും ഒക്കെ ഉള്ളതാണ് നമ്മുടെ സമൂഹം. പക്ഷേ നിങ്ങൾ ഇന്ത്യക്കാരാകണമെങ്കിൽ ഞങ്ങൾ ശരിയെന്ന്, ഞങ്ങൾ ദൈവികമെന്ന് വിശ്വസിക്കുന്നത് നിങ്ങളും ദൈവികമെന്ന് വിശ്വസിച്ചേറ്റുപാടണം. എങ്കിലേ ഈ രാജ്യം രാജ്യമായ അഖണ്ഡമായി ഉദ്ഗതിതമായി നിലനിൽക്കുകയുള്ളൂ എന്ന ശാഠ്യത്തിന് എന്തർത്ഥമാണുള്ളത്? അവിടെയാണ് വ്യത്യസ്തമായൊരു മാതൃക പ്രവാചകൻ നമുക്കെല്ലാവർക്കും കാണിച്ചു തരുന്നത്. പ്രവാചകനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, വിശ്വസിക്കാത്തവർക്കും. ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുമ്പോഴും നിങ്ങൾക്കും ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട്, അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾ അംഗീകരിക്കുകയോ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. അത് മാറ്റിപ്പറയേണ്ടതില്ല. ദൈവം പലതാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയോ മുഹമ്മദ് നബി നബിയല്ലെന്ന് നിങ്ങൾ പറയുകയോ
ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി യേശുവിനെ കുറിച്ചും കൃഷ്ണനെ കുറിച്ചും ബുദ്ധനെ കുറിച്ചും ഇനി മാർക്സിനെ കുറിച്ചുമൊക്കെ വ്യത്യസ്തങ്ങളായ നിരവധി ആശയപരമായ കാഴ്ചപ്പാടുകൾ നമുക്കിടയിലുണ്ട്. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മളുടെ സഹവർത്തിത്വങ്ങളുടെ എല്ലാം സ്വഭാവം ഒരു ഷാഢ്യമാണ്. നിങ്ങളുടെ വിശ്വാസങ്ങളിൽ, നിങ്ങളുടെ ആശയങ്ങളിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. ഇതല്ല പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പ്രവാചകന്റെ ആശയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. മറ്റൊരാളോടും അവരുടെ ആശയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചക്കും ആവശ്യപ്പെട്ടില്ല. എന്നിട്ട് പരസ്പര സഹവർത്തിത്വത്തിന്റെ അത്യുജ്വലങ്ങളായ മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇതായിരിക്കും ഒരുപക്ഷെ ഒരാധുനിക സമൂഹത്തിന്, ഒരു ജനാധിപത്യ സമൂഹത്തിന്, ഒരു ബഹുസ്വര സമൂഹത്തിന്, അതിലെല്ലാവർക്കും, അതിലെ എല്ലാ കക്ഷികൾക്കും പ്രവാചകനിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ, പകർത്താൻ കഴിയുന്ന, കൊളുത്തിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മാതൃക എന്ന വിചാരം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. വാഹൃദ അവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.